ഞാനപ്പോൾ ഉണ്ടല്ലോ അവരോട് ചോദിച്ചു, നല്ല ഭംഗിയുള്ള മദർ പ്ലാന്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അതിൻ്റെ ഒരു തണ്ട് തരാമോ, 100 രൂപ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ തന്നില്ല കേട്ടോ. കാരണം ആ തണ്ട് കിട്ടുകയാണെങ്കിൽ എൻ്റെ ഇല്ലാത്ത മദർ പ്ലാന്റ്സ് എൻ്റെ അടുത്ത് ഇല്ലാത്ത കളറായിരുന്നു. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ എനിക്ക് ഗ്രാഫ്റ്റ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ചോദിച്ചേട്ടാ. അപ്പോൾ അത് അവർ കൊടുക്കില്ല എന്ന് പറഞ്ഞു. തൈ തരാമെന്ന് പറഞ്ഞു. തൈ നമ്മുടെ അടുത്ത് വേണ്ട ഇരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അവരുടെ തൈ റെഡ് തന്നെ ആവണോ, അല്ലെങ്കിൽ മറ്റേ നല്ല പെറ്റൽസ് കൂടുതലുള്ള അടീനിയം തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. കാരണം വിത്ത് വായി മുളയ്ക്കുന്നത് പലതും ആവാമല്ലോ. മദർ പ്ലാന്റിൻ്റെ അതേ ഗുണം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ചിലത് വേറെ ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ തന്നില്ല കേട്ടോ. ഞാനിട്ട് വില ചോദിച്ചു. അതേപോലെ തന്നെ ചൈന ഡോൾ എല്ലാത്തിൻ്റെയും വില ചോദിച്ചു ഞാൻ. ചൈന ഡോളിൻ്റെയൊക്കെ വില ചോദിച്ചു. അപ്പോൾ ചൈന ഡോളിനൊക്കെ വില ചോദിച്ചു കേട്ടോ. അതിന് ചെറിയ പ്ലാന്റിന് 200, 150 ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും വലിയ പ്ലാന്റിന് 1000, 1500 കേട്ടോ അവർ പറഞ്ഞത്. പിന്നെ ഇത്രയുള്ള അടീനിയത്തിൻ്റെ തൈകളാണ് കേട്ടോ അവിടെ കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെയാണ്. അപ്പം ഇത്രയുള്ള തൈകളൊക്കെ അവിടെ 80 രൂപ, 70 രൂപയ്ക്കാണ് പറഞ്ഞേക്കണേ. പക്ഷേ അത് എല്ലാം ഒരു കളറാവണമെന്നില്ല, പല സൈസായിരിക്കാം. അത് പൂവുണ്ടായാൽ മാത്രം നമുക്ക് അതൊന്നും അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അത് മേടിച്ചില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ഇതുണ്ട്, ചെറുതരങ്ങളുള്ളത് തൈകളുള്ളതുകൊണ്ട്. ഇനി നടാനുണ്ട് തൈകൾ, കുറേ പറിച്ച് നടാനുണ്ട്. അപ്പം ഞാൻ അത് കാരണം തൈകളൊന്നും മേടിച്ചില്ല. ഞാനപ്പോൾ ഉണ്ടല്ലോ അവരോട് ചോദിച്ചു, നല്ല ഭംഗിയുള്ള മദർ പ്ലാന്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അതിൻ്റെ ഒരു തണ്ട് തരാമോ, 100 രൂപ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ തന്നില്ല കേട്ടോ. കാരണം ആ തണ്ട് കിട്ടുകയാണെങ്കിൽ എൻ്റെ ഇല്ലാത്ത മദർ പ്ലാന്റ്സ് എൻ്റെ അടുത്ത് ഇല്ലാത്ത കളറായിരുന്നു. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ എനിക്ക് ഗ്രാഫ്റ്റ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ചോദിച്ചേട്ടാ. അപ്പോൾ അത് അവർ കൊടുക്കില്ല എന്ന് പറഞ്ഞു. തൈ തരാമെന്ന് പറഞ്ഞു. തൈ നമ്മുടെ അടുത്ത് വേണ്ട ഇരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അവരുടെ തൈ റെഡ് തന്നെ ആവണോ, അല്ലെങ്കിൽ മറ്റേ നല്ല പെറ്റൽസ് കൂടുതലുള്ള അടീനിയം തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. കാരണം വിത്ത് വായി മുളയ്ക്കുന്നത് പലതും ആവാമല്ലോ. മദർ പ്ലാന്റിൻ്റെ അതേ ഗുണം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ചിലത് വേറെ ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ തന്നില്ല കേട്ടോ. ഞാനിട്ട് വില ചോദിച്ചു. അതേപോലെ തന്നെ ചൈന ഡോൾ എല്ലാത്തിൻ്റെയും വില ചോദിച്ചു ഞാൻ. ചൈന ഡോളിൻ്റെയൊക്കെ വില ചോദിച്ചു. അപ്പോൾ ചൈന ഡോളിനൊക്കെ വില ചോദിച്ചു കേട്ടോ. അതിന് ചെറിയ പ്ലാന്റിന് 200, 150 ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും വലിയ പ്ലാന്റിന് 1000, 1500 കേട്ടോ അവർ പറഞ്ഞത്. പിന്നെ ഇത്രയുള്ള അടീനിയത്തിൻ്റെ തൈകളാണ് കേട്ടോ അവിടെ കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെയാണ്. അപ്പം ഇത്രയുള്ള തൈകളൊക്കെ അവിടെ 80 രൂപ, 70 രൂപയ്ക്കാണ് പറഞ്ഞേക്കണേ. പക്ഷേ അത് എല്ലാം ഒരു കളറാവണമെന്നില്ല, പല സൈസായിരിക്കാം. അത് പൂവുണ്ടായാൽ മാത്രം നമുക്ക് അതൊന്നും അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അത് മേടിച്ചില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ഇതുണ്ട്, ചെറുതരങ്ങളുള്ളത് തൈകളുള്ളതുകൊണ്ട്. ഇനി